ജാതിയോടും എതിർത്ത് അവിടങ്ങളിൽ വഴക്കും ബഹളവും ചണ്ടയും കലഹവും അവസാനം അത് യുദ്ധമായി ലോകം മുഴുവൻ വ്യാപരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയിലെ ജനത്തെ നാശത്തിൽ നിന്ന് വിടുവിച്ച് പാപത്തിൽ നിന്ന് വിടുവിച്ച് അവന് നിത്യജീവൻ കൊടുപ്പാനാണ്. എന്താണ് നിത്യജീവൻ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത രക്ഷയുടെ ദൂതാണ്, രക്ഷയുടെ ഉറപ്പാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ മരണശേഷം ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തോടൊന്നിച്ചുള്ള വാസത്തിന്, ദൈവത്തോടൊന്നിച്ചുള്ള നിത്യമായ സന്തോഷം അനുഭവിച്ചുള്ള ദൈവത്തിന്റെ അവകാശത്തിന്മേലുള്ള അധികാരത്തിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പിതാവിന്റെ അവകാശത്തിന്മേൽ, പിതാവിന്റെ സ്വത്തിന്മേൽ, മാതാപിതാക്കളുടെ വസ്തുവകകളുടെ മേൽ, സ്വത്തിന്മേൽ അവരുടെ മക്കൾക്ക് അവകാശമുള്ളതുപോലെ സ്വർഗരാജ്യത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷങ്ങളിൽ, ദൈവത്തിന്റെ അവകാശങ്ങളിൽ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദൈവം തന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവമക്കളാക്കിക്കൊണ്ട് അവർക്ക് അവകാശം പങ്കിട്ടു കൊടുത്തു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായാൽ യേശുക്രിസ്തുവിനോടുകൂടി കൂട്ടമവകാശികളായി തീരുന്നുവെന്ന് വിശുദ്ധ വചനം പറയുന്നു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ 5 സെന്റോ 50 സെന്റോ 5 ഏക്കർ സ്ഥലമോ കിളച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കപ്പ നട്ടോ, വാഴ നട്ടോ, അല്ലെങ്കിൽ റബ്ബർ നട്ടോ, ഇപ്പോൾ കൈത നട്ടോ, 1000ങ്ങളോ 10000ങ്ങളോ അധ്വാനിച്ചിട്ട് നിങ്ങൾ ഒരു പരിധി വരെ പ്രായമാകുമ്പോൾ അധ്വാനിക്കാൻ വയ്യാതെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോൾ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാരോ തരുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട്, പെൻഷൻ കൊണ്ട്, കിട്ടുന്ന പച്ചരിക്കഞ്ഞി, കിട്ടുന്ന പയറുകഞ്ഞി കുടിച്ച് നാം നമ്മളുടെ ശിഷ്ടകാലം തീർക്കുകയാണ്. എന്നാൽ എന്താണ് നിത്യജീവൻ നിങ്ങൾക്കറിയാമോ? ഭൂമിയിൽ 70, 100, 110 വയസ്സ് ജീവിച്ച് ഒരിക്കൽ നാം മരിക്കുമ്പോൾ, ഒരിക്കൽ നിങ്ങൾ മരിക്കുമ്പോൾ ദൈവം തന്റെ മകനെ സൃഷ്ടിച്ചത്, മനുഷ്യനായി സൃഷ്ടിച്ചത് സ്വന്തം മകനായിട്ടാണ്, ദൈവത്തോടൊന്നിച്ച് വസിക്കാനാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ അകന്നു പോയത് നിമിത്തം അവന് സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയാതെയായി പോയി. എന്നാൽ തന്റെ പുത്രനെ, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് യേശു വിശ്വസിക്കുന്നവരെ വീണ്ടും ദൈവമക്കളാക്കി ദൈവത്തിന്റെ അവകാശികളാക്കി തീർക്കാനാണ്. അങ്ങനെ സ്വന്തം പുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ അധർമ്മികളാൽ തനിക്ക് നേരിട്ട് വിരോധം സമ്പാദിച്ച് പാപികളാൽ, അധർമ്മികളാൽ, മതമേലധ്യക്ഷന്മാരാൽ, അന്നത്തെ തീവ്രവാദികളാൽ അവൻ കൊല്ലപ്പെടുകയും അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം ഹല്ലേലൂയ അന്നുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത പാറയ്ക്കുള്ളിൽ അവനെ അടക്കി എന്നേക്കുമുള്ള ഒരു സാക്ഷ്യത്തിനായി, ഒരു തെളിവിനായി ഭൂമിയിൽ മനുഷ്യർക്ക്, തലമുറകൾക്ക് എന്നേക്കും കണ്ണറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതിന് ഒരു തീർത്ഥാടന കേന്ദ്രമായി എന്നേക്കും തുറക്കപ്പെട്ട ഒരു കല്ലറയായി ഇസ്രായേലിൽ ഇന്നും ഗെത്സമന തോട്ടത്തിൽ ഒരു പാറയിൽ അവന്റെ കല്ലറ പരസ്യമായി തുറന്നവിടെ ഇരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവം തന്നെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ മരിച്ചവനായിട്ടല്ല വന്നത്, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവനെ മടിച്ചു വയ്ക്കുവാൻ, അവനെ ഒതുക്കിക്കളയുവാൻ മരണത്തിന് അധികാരമില്ലായിരുന്നു. ദൈവത്തിന്മേൽ മരണത്തിന് അധികാരമില്ലാത്തതുപോലെ ദൈവത്തിന് രോഗത്തിന്മേൽ അധികാരവും മരണത്തിന്മേൽ അധികാരവും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന്, പാപികളായ മനുഷ്യൻ തിരിച്ചറിയേണ്ടതിന് തന്റെ പുത്രന് ദൈവം അതേ അധികാരം കൊടുത്ത് യെരൂശലേമിൽ മനുഷ്യരോടൊപ്പം വസിപ്പാൻ അവരെ അയച്ചു. ആ ദൈവപുത്രനെ അന്നത്തെ മതമേലധ്യക്ഷന്മാർ, അന്നത്തെ യഹൂദന്മാർ, അന്നത്തെ പട്ടാളക്കാർ, അന്നത്തെ പുരോഹിതന്മാർ തിരിച്ചറിയാതെ അവനെ കുലപാതകനാക്കി, അവനെ അധർമ്മിയാക്കി, പാപികളുടെ ഭൂതങ്ങളുടെ തലവനാക്കി അവനെ ക്രൂശിൽ തറച്ച് എന്നേക്കുമായിട്ട് നശിപ്പിച്ചു എന്ന് വിചാരിക്കത്തക്കവണ്ണം അവനെ കൊന്ന് ഹല്ലേലൂയ കുഴിച്ചു മൂടി കല്ലറയിൽ വെച്ചു. എന്നാൽ ദൈവം തന്റെ പുത്രനെ അയക്കുന്നതിന് മുമ്പ് വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അവർ ചെയ്തതുപോലെയും പുത്രൻ ഇസ്രായേലിൽ ഗലീല ദേശത്ത്, നഫ്താലി ദേശത്ത്, ഇസ്രായേൽ തിരുവേദികളിൽ, യെരൂശലേം ദേവാലയത്തിൽ പ്രസംഗിച്ചതുപോലെ ഈ മന്ദിരം പൊളിച്ചാൽ 3 നാളുകൾ കൊണ്ട് ഞാൻ അതിനെ പണിയുമെന്ന് തെളിയിച്ച് പ്രസംഗിച്ചതുപോലെ, ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും അധർമ്മികളാൽ കൊല്ലപ്പെടുകയും 3 നാളുകൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും
ഉയർപ്പിക്കുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രസംഗിച്ചതുപോലെ ആ കല്ലറയിൽ നിന്ന് 3-ാം നാൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സർവശക്തനായ ദൈവം തന്റെ പുത്രനെ മരണത്തിൽ നിന്നും എന്നേക്കും ഉയർപ്പിച്ച് നിത്യജീവന്റെ ഉടമസ്ഥനാക്കി, നിത്യജീവന്റെ അടയാളമാക്കി, പുനരുത്ഥാന പുത്രനാക്കി തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കും തന്നെ ശുശ്രൂഷിച്ച് താൻ സ്നേഹിച്ച് രക്ഷയിലേക്ക് നടത്തിയ പാപിനിയായിരുന്ന സ്ത്രീക്കും ഭൂതങ്ങളാൽ ബാധിച്ചിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്കും തന്നെ പ്രസവിച്ചു വളർത്തിയ യേശുവിന്റെ അമ്മയായിരുന്ന മറിയയ്ക്കും തന്നെ വെളിപ്പെടുത്തി 40 നാളോളം 40 ദിവസങ്ങളോളം വിവിധ അടയാളങ്ങളാൽ ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് തന്റെ കൂടെ നടന്ന മനുഷ്യ സഹോദരങ്ങൾക്ക്, സ്നേഹിതന്മാർക്ക്, സഹോദരന്മാർക്ക്, ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയി. അതേ പ്രിയമുള്ളവരെ, യേശു ജീവിച്ചിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയത് എനിക്കും നിനക്കും ഹല്ലേലൂയ സന്തോഷകരമായ സമാധാനകരമായ നിത്യമായി പാർക്കേണ്ടതിന് വാസസ്ഥലങ്ങൾ ഒരുക്കുവാനാണ്. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് യേശു ഭൂമിയിൽ വെച്ച് പ്രസംഗിച്ച് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് പോയത്. ആ ഉറപ്പിന് യേശു അവർക്കൊരു അഡ്വാൻസ് പറഞ്ഞിരുന്നു, ഒരു ഉറപ്പിന്റെ ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. എന്താണ്? ഞാൻ പോയതിനു ശേഷം ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുവാനുള്ള കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയുവാനും നിങ്ങളിൽ കൂടി രോഗികൾ സൗഖ്യമാകുവാനും മരിച്ചവർ ഓർക്കുവാനും ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിശ്വസിച്ച് ക്രിസ്തുവിന്റെ കൂടെ നടക്കുവാനും ഭാഗ്യമുണ്ടാകുമെന്ന് യേശു പ്രസംഗിച്ചിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം 10-ാം നാളിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് മാളികമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനത്തിന്മേൽ ദൈവം വാഗ്ദത്തം ചെയ്ത സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ച് ജീവനുള്ള മനുഷ്യർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി കൊടുത്തു. പ്രിയമുള്ളവരെ, ഒരിക്കൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ ബോധമുണ്ടാകുവാൻ, അവന്റെ പണികളെ നശിപ്പിച്ച് അവന് കുറ്റബോധമുണ്ടാകുവാൻ അവന്റെ ഭാഷ കലക്കിക്കളഞ്ഞെങ്കിൽ ആ 10-ാം നാളിൽ മാളികമുറിയിൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ പ്രിയമുള്ളവരെ, അവർക്കെല്ലാം തിരിച്ചറിയേണ്ടതിന് അവർ ഇന്ന് വരെ സംസാരിക്കാത്ത അന്യഭാഷകൾ, അന്യജാതിക്കാരുടെ ഭാഷകൾ തിരിച്ചറിയത്തക്കവണ്ണം അവർക്ക് ഭാഷകളുടെ വ്യാഖ്യാനവും പരിശുദ്ധാത്മാ അഭിഷേകവും കൊടുത്ത് അവരിൽ കൂടി മറ്റു ദേശക്കാരോട്, ജാതികളോട് ഏത് ഭാഷയും സംസാരിക്കത്തക്കവണ്ണം അവരെ ദൈവം ഹല്ലേലൂയ അത്ഭുത മനുഷ്യരാക്കി മാറ്റി, പരിശുദ്ധാത്മാവുള്ളവരാക്കി മാറ്റി, അവരെ വിശുദ്ധന്മാരാക്കി മാറ്റി, ദൈവത്തിന്റെ അഭിഷക്തന്മാരാക്കി മാറ്റി. അവരുടെ പേരാണ് കർത്താവിന്റെ ശിഷ്യന്മാർ, അവരുടെ പേരാണ് വിശുദ്ധ അപ്പോസ്തലന്മാർ, അവരുടെ പേരാണ് കർത്താവിന്റെ പ്രവാചകന്മാർ, അവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ, അവരുടെ പേരാണ് യേശുവിന്റെ ശിഷ്യന്മാർ. സ്വോത്രം 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 സ്വോത്രം. അതേ പ്രിയമുള്ളവരെ, യേശു വിശ്വസിക്കുന്നവരെ അന്ന് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ച് ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ ദാസന്മാരായി അന്നത്തെ ജനം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ജനമെല്ലാം അവരുടെ അടുക്കൽ ചെന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റ് അവർ നിത്യജീവൻ അവകാശികളായി തീർന്നു. യേശു കൽപ്പിച്ചതുപോലെ അവർ ഭൂമിയിൽ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതേ പ്രിയമുള്ളവരെ, അന്നത്തെ ശിഷ്യന്മാർ പ്രസംഗിച്ചതുപോലെ യേശുവിൽ വിശ്വസിച്ച് പാപം മോചിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് മദ്യപാനം വിട്ട്, മയക്കുമരുന്ന് വിട്ട്, ആത്മഹത്യയിലേക്കുള്ള ഞങ്ങളുടെ ലക്ഷ്യം വിട്ട് ഞങ്ങളും യേശുവിന് കൽപ്പന അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളെ തീരേണ്ടതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി, ദൈവത്തിന്റെ മക്കളായി. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും ഈ വാഗ്ദത്തം വെച്ചിരിക്കുന്നു. എന്താണ് ആ വാഗ്ദത്തം? ഈ പാപലോകത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമുണ്ട്. പ്രിയമുള്ളവരെ, ഈ വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് ചൂട് സഹിക്കാൻ മേലാതെ, തണുപ്പ് സഹിക്കാൻ മേലാതെ വരും നാളുകളിൽ മരിച്ച് മണ്ണിടിച്ചു പോകുമല്ലോ എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിനക്ക് അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നിനക്കൊരു നിത്യ സന്തോഷമുണ്ട്, നിനക്കൊരു നിത്യ വാസസ്ഥലമുണ്ട്, നിനക്കൊരു നിത്യ യൗവനമുണ്ട്, നിനക്കൊരു നിത്യ സമാധാനമുള്ള പിതാവിന്റെ ദേശമുണ്ട്. അതത്ര ദൈവരാജ്യം എന്ന് നിങ്ങളോട് ഘോഷിപ്പാൻ, നിങ്ങളോട് വിളിച്ചറിയിപ്പാൻ സുവിശേഷം എന്ന ദൈവത്തിന്റെ ഉപദേശം ഞങ്ങൾ കേട്ട് വിശ്വസിച്ചത് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് അറിയിക്കുന്ന പ്രിയമുള്ളവരെ.
കർത്താവായ യേശുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ചയച്ചതുപോലെ പരിശുദ്ധാത്മ നിയോഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയിൽ പരിശുദ്ധാത്മാവിന്റെ വചനം വിശ്വസിച്ചവരായ ഞങ്ങളും നിങ്ങളോട് വന്ന് ആ ദൂത് അറിയിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ നിത്യജീവനും ഹല്ലേലൂയ ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുമ്പോൾ അത് നീ വിശ്വസിച്ചാൽ ആ നിത്യജീവൻ നിനക്ക് എന്നേക്കുമുള്ള നിത്യരക്ഷയായി, നിത്യസമാധാനമായി, നിത്യസന്തോഷമായി ദൈവത്തോടൊന്നിച്ച് വാഴാം. എന്നാൽ നീ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, നീ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞാൽ, നീ ദൈവത്തിന് പകരമായി കൈപ്പണികളെ സ്നേഹിച്ച്, കൈപ്പണികളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ സേവിച്ച്, യേശുവിന് പകരം മറ്റു മനുഷ്യരെ, മറ്റു ദേവന്മാരെ ആരാധിച്ച് നീ മുന്നോട്ട് പോയാൽ നീ നിത്യശിക്ഷാവിധിയിലാകപ്പെടും, നീ നിത്യനാശത്തിലാകപ്പെടും, നീ നിത്യ നരകത്തിലാകപ്പെടും. കർത്താവായ യേശു ആരാണ്? ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി വന്നവനാണ്. അവനത്ര ഏക പുരോഹിതൻ, അവനത്ര ഏക മധ്യസ്ഥൻ, അവനത്ര ഏക പരിശുദ്ധൻ. മറ്റൊരു പരിശുദ്ധൻ ഇല്ലവേ ഇല്ല. ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മറ്റൊരു മധ്യസ്ഥൻ ഇല്ലവേ ഇല്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാണ്. മറ്റു വിശുദ്ധന്മാരിൽ വിശ്വസിക്കാനല്ല. ബൈബിൾ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പത്രോസ് ക്രൂശിക്കപ്പെട്ടുവോ? നിങ്ങൾക്ക് വേണ്ടി പൗലോസ് ക്രൂശിക്കപ്പെട്ടുവോ? നിങ്ങൾക്ക് വേണ്ടി മറിയ ക്രൂശിക്കപ്പെട്ടുവോ? ഇല്ലവേ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞത് യേശു മാത്രം. യേശുവിന്റെ രക്തത്തിന് മാത്രമാണ് പാപങ്ങൾ മോചിപ്പാൻ അധികാരമുള്ളത്. പത്രോസിന്റെ രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമില്ല. മറിയയുടെ രക്തത്തിനോ വാഴ്ത്തപ്പെട്ടവരുടെ രക്തത്തിനോ മനുഷ്യനായി പിറന്ന മറ്റൊരുത്തന്റെ രക്തത്തിനും മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പാൻ, മനുഷ്യരുടെ ശാപങ്ങളെ തീർത്ത് കളയുവാൻ അധികാരമില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചതിക്കപ്പെടരുത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അനേകർക്കും ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. അത് വിശുദ്ധ വേദപുസ്തകം പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നു, ആരും ഏതു വിധേയനും നിങ്ങളെ ചതിക്കരുത്. അത് പൗലോസ് വീണ്ടും വിശുദ്ധ വചനത്തിൽ പറയുന്നു, ചക്രവാക്കും മുഖസ്തുതിയും കറിഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. അതേ പ്രിയമുള്ളവരെ, ചക്രവാക്കും മുഖസ്തുതിയും കേട്ട് ചതിക്കപ്പെടരുത്. മതമേലധ്യക്ഷന്മാരുടെ പേര് കേട്ട് ചതിക്കപ്പെടരുത്. വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥന്മാരുടെ ഇടയിൽപ്പെട്ട് ചതിക്കപ്പെടരുത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, കർത്താവായ യേശു തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ? അത് പെന്തിക്കോസ്തുകാർ ഉണ്ടാക്കിയതല്ലേ? അത് മിഷണറിമാർ പറഞ്ഞതല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉള്ളതാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, ദൈവത്തിന്റെ പുത്രനായ യേശു, ഏകജാതനായ പുത്രൻ. അവൻ ഒരുവൻ മാത്രം. യേശുവിന്റെ രക്തം മാത്രമാണ് സകല പാപവും ശുദ്ധീകരിക്കുന്നത്. യേശുവിന് മാത്രമാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവം കൊടുത്തിരിക്കുന്നത്. പത്രോസിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം കൊടുത്തിട്ടില്ല. പത്രോസിന് ദൈവരാജ്യത്തിന് താക്കോൽ കൊടുത്തു, ശരി തന്നെ. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവം കൊടുത്തിരിക്കുന്നത് കർത്താവ് യേശുവിന് മാത്രമാണ്. പത്രോസ് ഇങ്ങനെ എഴുതി, നിങ്ങളുടെ ഇടയനും ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായെങ്കിലേക്ക് നിങ്ങൾ മടക്കി വന്നിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ആത്മാക്കളുടെ ഉടയവൻ, ആത്മാക്കളുടെ ഇടയൻ, നല്ല ഇടയൻ, നല്ല അധ്യക്ഷൻ എല്ലാം നമ്മുടെ കർത്താവ് യേശു മാത്രമാണ്. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയുള്ളൊരു പുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എപ്രകാരമുള്ളവൻ? അവൻ നിർദോഷൻ, അവൻ നിഷ്കളങ്കൻ, അവൻ നിർമ്മലൻ, അവൻ പാപികളോട് വേർവിട്ടവൻ, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശു ആരാണ്? യേശു സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശു ആരാണ്? യേശു ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി കടന്നു വന്ന ഏക മഹാപുരോഹിതൻ. മറ്റൊരു പുരോഹിതൻ ദൈവം അതിനിടയിൽ വെച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഭൂമി മനുഷ്യരുടെ ഇടയിൽ പുരോഹിതന്മാരുണ്ടെങ്കിലും ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി സ്വർഗം നിയമിച്ചിരിക്കുന്ന സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവൻ മരണത്തെ ജയിച്ചവനാണ്. അവൻ മനുഷ്യനല്ല, മനുഷ്യനായിട്ട് പിറന്ന് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായ കർത്താവ് യേശുവാണ്. അവൻ ഇനി മരിക്കയില്ല, അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിൽ ചേർക്കുവാനാണ്. അവൻ വീണ്ടും വരുന്നത് പാപികളെ ഹല്ലേലൂയ മാനസാന്തരം പഠിപ്പിക്കാനല്ല. അവൻ വീണ്ടും വരുന്നത് ഞങ്ങളെ പോലെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന പുരോഹിതന്മാരുടെ പ്രവാചകരുടെ അപ്പോസ്തലന്മാരുടെ സുവിശേഷകരുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട ഭക്തന്മാരെ, മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാരെ വീണ്ടും ചേർക്കുവാനാണ്
യേശു വരുന്നത്. അതേ പ്രിയമുള്ളവരെ, യേശു വരും. എന്തിനു വരും? തന്നിൽക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു വരും. എന്തിനു വരും? ഭക്തികെട്ട മനുഷ്യരെ, ഭക്തി കേട് ജീവിക്കുന്ന മനുഷ്യരെ, അധർമ്മത്തിൽ വീണ്ടും വീണ്ടും തുടരുന്ന മനുഷ്യരെ, സുവിശേഷത്തിന് വിരോധമായി ജീവിച്ച മനുഷ്യരെ, സുവിശേഷം പ്രസംഗിക്കുന്നത് തടഞ്ഞ മനുഷ്യരെ ശിക്ഷിപ്പാൻ, ഭക്തികെട്ടവരെയൊക്കെ ശിക്ഷിപ്പാൻ, ഭൂമിയിലെ അധർമ്മികളെ ന്യായം വിധിപ്പാൻ യേശു വീണ്ടും വരും. അതെ, യേശു സ്നേഹത്തിന്റെ പുത്രനാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. ദൈവ സ്നേഹമാണ്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ആ വാതിൽ അടയും. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ തന്നെ ദൈവം ന്യായാധിപനാണ്. യേശു സ്നേഹം വെളിപ്പെടുത്തിയ മനസ്സിലുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നത് പോലെ തന്നെ യേശു ന്യായം വിധിപ്പാനിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. പ്രിയമുള്ളവരെ, നാം ചതിക്കപ്പെടരുത്. ആരും ഏത് വിധേയനെ നിങ്ങളെ ചതിക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒരിക്കലേവരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. പ്രിയമുള്ളവരെ, മരണവീടുകളിൽ നാം ഈ പാട്ടുകൾ കേൾക്കാറുണ്ടല്ലോ. അതെ, നാം അറിഞ്ഞുകൊണ്ടൊരുങ്ങിയില്ലാലും അറിയാതെ ആണേലും ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം എല്ലാം മരണവാതിലിൽ കൂടി പോകേണ്ടവരാണ്. കർത്താവിന്റെ ദാസനും അഭിഷിക്തനും പ്രവാചകനുമായിരുന്ന ദാവീദ് ഇപ്രകാരം പറഞ്ഞു. തന്റെ കുട്ടി മരിച്ചപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാനും ഇനി അവന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ മരണവാതിലുകളിൽ കൂടി അങ്ങോട്ട് പോയിട്ടല്ലാതെ അവൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. അതേ പ്രിയമുള്ളവരെ, മരിച്ചുപോയ ഒരു മനുഷ്യനും ഒരു വിശുദ്ധനും ഇനി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ രക്ഷിക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ചതിക്കപ്പെടരുത്. വാഴ്ത്തപ്പെട്ടവർ നല്ലവരാണ്. വിശുദ്ധരായി പ്രഖ്യാപിച്ചവർ നല്ലവരാണ്. അവർക്ക് ദൈവം അവർ നീതിയിൽ ജീവിച്ചതാണ്. തീർച്ചയായിട്ടും സ്വർഗരാജ്യം കൊടുക്കും. പക്ഷേ ചതിക്കപ്പെടരുത്. അവർക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിവില്ല പ്രിയമുള്ളവരെ. അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിവില്ല പ്രിയമുള്ളവരെ. വിശുദ്ധ ബൈബിളിൽ കർത്താവ് യേശു സുവിശേഷം അറിയിച്ചപ്പോൾ ധനവാന്റെ ലാസറിന്റെ ഉപമ, ഒരു ചരിത്രം ലൂക്കോസ് വിശേഷത്തിൽ എഴുതി വെച്ചത് നിങ്ങളെല്ലാം മരണരംഗത്ത് വായിക്കാറുണ്ടല്ലോ. പള്ളികളിൽ നമ്മുടെ പുരോഹിതർ, നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ പ്രസംഗിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ നിങ്ങളെ പഠിപ്പിക്കാറില്ലേ? അതെ, അവിടെ എന്താണ് പറയുന്നത്? ധനവാൻ ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചു. അവൻ മരിച്ചപ്പോൾ യാതനാ സ്ഥലത്ത് ചെന്നു. അതെ, അവിടെ ചെന്നപ്പോഴാണ് അവന്റെ കണ്ണു തുറന്ന് അവൻ കണ്ടത്. അവന്റെ വഴിയരികൾ ഭിക്ഷക്കാരനായി കിടന്ന, മരണശയ്യയിൽ കിടന്ന നായ്ക്കൾ അവന്റെ വ്രണം നക്കിക്കൊണ്ടിരുന്നെങ്കിൽ ലാസർ എന്ന പേരോടുകൂടി കിടന്നവൻ മരിച്ചത് സ്വർഗത്തിലിരിക്കുന്നു. ദൂതന്മാർ അവര് അബ്രഹാമിന്റെ അടുക്കൽ കൊണ്ടുപോയി. അബ്രഹാമിന്റെ അടുക്കൽ അവൻ സന്തോഷിക്കുന്നു. അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് അവൻ ആശ്വസിക്കുന്നു. അതെ, ധനവാൻ വല്ലാതെ ലജ്ജിച്ചു. ധനവാൻ നിലവിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ. എന്താ മോനെ? എന്റെ പിതാവേ, ഞാനിവിടെ കിടന്ന് വളരെ വേദന അനുഭവിക്കുന്നു. അത് നീ വേദന അനുഭവിക്കുക. എന്റെ പിതാവേ, എന്നോട് കരുണ തോന്നി ആ ലാസറിനെ എന്റെ അടുക്കലോട്ടൊന്ന് അയക്കണമേ. എന്തിനാ മോനെ? എന്റെ താവിൽ ഒരു തുള്ളി വെള്ളം നനപ്പാൻ ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണമേ. പ്രിയമുള്ളവരെ, അബ്രഹാം പിതാവ് ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ സ്നേഹിതൻ. അപ്പോൾ സ്നേഹമല്ല പറഞ്ഞത്, അപ്പോൾ സാരോപദേശമല്ല പറഞ്ഞത്, അപ്പോൾ യാഥാർത്ഥ്യം പറഞ്ഞു. മകനെ, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഒരു പിളർപ്പുണ്ട്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധന്മാർക്കും വിശുദ്ധിയിൽ എത്തിച്ചേരാതെ നരകത്തിൽ പോയവർക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. വിശുദ്ധന്മാർക്ക് നരകത്തിലോട്ട് പോകാനോ, നരകത്തിൽ പോയവര് വിശുദ്ധന്മാരുടെ കൂടെ ഇരുന്ന് സന്തോഷിപ്പാനോ കഴിയാതെ വണ്ണം ദൈവം വലിയൊരു പിളർപ്പ് വെച്ചിട്ടുണ്ട്. അയ്യോ അബ്രഹാം പിതാവേ, എന്നാൽ പിന്നെ ലാസറിനെ എന്റെ സഹോദരങ്ങളും എന്റെ വീട്ടിലുള്ളവരെ രക്ഷ പ്രാപിക്കാൻ, അവര് വന്ന് നരകത്തിൽ പോകാതിരിക്കാൻ അവനെ ഒന്ന് അവരുടെ അടുക്കിലേക്ക് അയക്കാമോ? അയ്യോ പ്രിയപ്പെട്ടവരെ, പൊന്നു സഹോദര, അതിന് നിവൃത്തിയില്ലല്ലോ. അതെന്താ പിതാവേ? അതെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഇപ്പോൾ നരകത്തിൽ മരിച്ചു കിടക്കുന്നവർക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. അവർ കടന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ മകന് എന്ന് യാഥാർത്ഥ്യം അബ്രഹാം പിതാവ് ഈ ധനവാനോട് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ധനവാൻ മോഷ്ടാവാണെന്ന് എഴുതിയിട്ടില്ല, ധനവാൻ ദുർനടപ്പ് കാണിച്ചെന്ന് എഴുതിയിട്ടില്ല, ധനവാൻ ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ തിന്നുന്നത് പാപമാണെന്ന് ബൈബിള് പറയുന്നില്ല. കുടിച്ച് കൊടുന്ന് ഉറങ്ങുന്നത്, പായസം കുടിക്കുന്നത്, ഐസ്ക്രീം നിന്ന് മൃഷ്ടാന്നമായി ഭക്ഷണം കഴിക്കുന്നത് പാപമാണെന്ന് ദൈവം പറയുന്നില്ല. ഭാര്യയോടൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് പാപമാണെന്ന് ദൈവം പറയുന്നില്ല. എന്നാൽ നിന്റെ സൃഷ്ടാവിനെ നീ മറന്ന്
നിന്റെ സൃഷ്ടാവിനെ നീ മറന്ന്, നിന്നെ ജനിപ്പിച്ച ദൈവത്തെ നീ മറന്ന്, സുവിശേഷം കേൾക്കുമ്പോൾ അതിന് നീ ചെവി കൊടുക്കാതെ, നിന്റെ മരണശേഷമുള്ള അവസ്ഥയെ നീ ഓർക്കാതെ, നിത്യജീവനുണ്ടെന്നുള്ളത് നീ മറന്ന്, ദൈവത്തിന്റെ പ്രമാണത്തെ നീ മറന്ന് നീ ആഡംബരത്തെ സൂചിച്ചുകൊണ്ടിരുന്നാൽ, പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം, നിന്റെ യാത്ര നരകത്തിൽ തന്നെ ആയിരിക്കും. നീയും അബ്രഹാം പിതാവിന്റെ മുൻപിൽ നിലവിളിച്ച് കരഞ്ഞ ആ ധനവാനെ പോലെ നീയും നരകത്തിൽ പോയി അതിനെ അനുഭവിക്കേണ്ടി വരും. നിനക്ക് രക്ഷപ്രാപിപ്പാൻ ആവശ്യമുണ്ടോ? നീ ജീവിച്ചിരിക്കെ മോശയിൽ കൂടി എഴുതിയ വിശുദ്ധ കൽപ്പനകൾ, ദൈവത്തിന്റെ ദാസന്മാരെഴുതിയ പ്രവാചക പുസ്തകങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന, ദൈവത്തിന്റെ പുസ്തകമാകുന്ന വേദപുസ്തകം നീ വായിക്കണം. മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ എന്ന് അബ്രഹാം പിതാവ് ഈ ലാസറിനെ ഓർപ്പിച്ച് പ്രിയപ്പെട്ട ആ ധനവാനോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അറിയണമേ, മോശ എഴുതിയ 5 വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളും പ്രവാചകന്മാരെഴുതിയ പുസ്തകങ്ങളും കർത്താവായ യേശുദാൻ നേരിട്ട് പറഞ്ഞ സുവിശേഷങ്ങളും ഇന്ന് നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ തലയണിക്കടിയിലുണ്ട്, നിങ്ങളുടെ ഷോക്കേസിന്റെ മുകളിലുണ്ട്. എന്തിനധികം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർ മാന്യതയോട് നിങ്ങളോട് പറയുന്നില്ലേ, ദൈവത്തിന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അതേ പ്രിയമുള്ളവരെ, അച്ഛന്മാരും അത് പറയുന്നു, ഞങ്ങളും അത് പറയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അത് കേൾക്കാതെ നീ ആഡംബരത്തോടെ സിന്ന് കുടിച്ച് സുഖിച്ചു കൊണ്ടിരുന്നാൽ നിന്റെ അവസാനം അധോഗതിയാണ്. നീയും ധനവാനെ പോലെ യാതനാ സ്ഥലത്ത് പോയി വീഴും. അത് നിനക്ക് ഭവിക്കരുത്. നിനക്ക് മാനസാന്തരം വേണമോ? നീ യേശുവിൽ ആശ്രയിക്കണം. നീ ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. നീ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവ സഭയുടെ അംഗമാകണം. നീ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവത്തിന്റെ ദാസന്മാരുടെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ, ദൈവത്തിന്റെ പ്രവാചകരുടെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ, ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ, ദൈവത്തിന്റെ വചനത്തിന്റെ കൂട്ടായ്മയിലേക്ക് നീ വരണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥൻ ഒരുവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രം. മഹാപുരോഹിതനും മഹാപരിശുദ്ധനുമായവൻ യേശു മാത്രം. ആ യേശുവിൽ ആശ്രയിക്കാം. യേശു നിന്നെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, കടബാധ്യത കയറി നീ ഉറക്കമില്ലാതെ ഹല്ലേലൂയ ഉത്തരത്തിൽ കയറി തൂങ്ങുവാൻ നോക്കുന്ന ആത്മഹത്യക്കായി പ്രേരിപ്പിക്കപ്പെടുന്നവനാണോ? മക്കളുടെ അധർമ്മ ജീവിതം കാരണം, മകളുടെ അധർമ്മ ജീവിതം കാരണം, മക്കളുടെ കുടുംബജീവിതം തകർന്നിട്ട് ഇനി ആത്മഹത്യ ചെയ്തേക്കാമെന്ന് നീ സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന അവസ്ഥയാണോ? പ്രിയപ്പെട്ടവരെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന്റെ കൽപ്പനയാണ് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവരെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു. യേശു നിന്നെ രക്ഷിക്കുമെന്ന് പ്രത്യേകം പറയുവാൻ യേശുവിന്റെ കൽപ്പന സുവിശേഷം പ്രസംഗിക്കുന്നവരോട് ഈ കാലത്തുണ്ട്. പ്രിയമുള്ളവരെ, യേശു നിന്റെ ആത്മാവിനെ രക്ഷിക്കും. യേശു നിനക്ക് സമാധാനം തരും. യേശു നിനക്ക് സ്വസ്ഥത തരും. യേശു നിന്റെ തകർന്ന കുടുംബജീവിതത്തെ വിടുവിക്കും. യേശു നിന്റെ തലമുറകളെ മടക്കി വരുത്തും. യേശുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന, മദ്യപാനത്തിൽ നിന്നെ വിടുവിച്ച്, മയക്കുമരുന്ന് വിടുവിച്ച്, കടബാധ്യത വിടുവിച്ച് യേശു നിന്നെ രക്ഷിക്കും. ഞങ്ങൾ നിർത്തട്ടെ, ഞങ്ങൾ ചുരുക്കി നിങ്ങളോട് പറഞ്ഞ് മടങ്ങിപ്പോകാൻ വന്നവരാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, മാടി വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ ദൈവത്തിന്റെ സഭയാകുന്ന മണവാട്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വരിക, വരിക, യേശുവിലേക്ക് വരിക, യേശുവിന്റെ ക്രൂശിലേക്ക് വരിക, യേശുവിന്റെ രക്തത്തിലേക്ക് വരിക എന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ വചനം വിശ്വസിക്കുക, എന്നാൽ നിന്റെ പാപം മോചിക്കപ്പെടും, നിനക്ക് നിത്യരക്ഷ കിട്ടും. പ്രിയമുള്ളവരെ, ആത്മഹത്യ വിട്ട്, ആത്മഹത്യ പ്രേരണ വിട്ട്, മദ്യപാനത്തിന്റെ പ്രേരണ വിട്ട്, മയക്കുമരുന്നിന്റെ അടിമത്തം വിട്ട് യേശുവിലേക്ക് മടങ്ങി വരിക, വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരിക, ദൈവ സഭയിലേക്ക് കടന്നു വരിക. വിഗ്രഹാരാധന വിട്ട്, അഗ്രഹാരാധന വിട്ട്, മന്ത്രവാദം വിട്ട്, ക്ഷുദ്രം വിട്ട്, ഹല്ലേലൂയ അധർമ്മ ജീവിതം വിട്ട് വിശുദ്ധന്മാരോടൊന്നിച്ച് ജീവിപ്പാൻ, സ്വർഗത്തിലെത്തുവാൻ ആഗ്രഹിച്ച് യേശുവിന്റെ ഉപദേശത്തിലേക്ക് വരിക, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, സുവിശേഷത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ കൽപ്പന കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പാൻ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക.